ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. ഹയർ എഡ്യൂക്കേഷൻ്റെ PYQ പാർട്ട് 2 ആണ്. 21 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് PYQ സെഷനിൽ കണ്ടത്. ഇന്ന് 22 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദി വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് അക്രഡിറ്റേഷൻ ബോഡീസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് അക്രഡിറ്റേഷൻ ബോഡിയാണ്. അപ്പോൾ അത് ഹാസ് ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ത്രൂ. അവിടെ എഞ്ചിനീയറിംഗ് ബോഡിയാണ്, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ എന്തായിരിക്കും നാഷണൽ ബോഡി ഓഫ് അക്രഡിറ്റേഷൻ, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അല്ലേ. നമ്മൾ NBA എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് അക്രഡിറ്റേഷൻ ബോഡിയാണ്, അതിൻ്റെ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഏതിലൂടെ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡി ഇതിനകത്ത് ഏതാണ്? NBA ആണ്. അതായിരിക്കും നമ്മുടെ ആൻസർ. ഈ വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തത് 1989 അപ്പോൾ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറിജിനലി സൈൻഡ് ഇൻ 1989, ദി വാഷിംഗ്ടൺ അക്കോർഡ് ഇസ് എ മൾട്ടിലാറ്ററൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ബോഡീസ് റെസ്പോൺസിബിൾ ഫോർ അക്രഡിറ്റേഷൻ ഓർ റെക്കഗ്നിഷൻ ഓഫ് ടേഴ്ഷറി ലെവൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ. ടേഴ്ഷറി ലെവൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷന് അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ആ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ, അല്ലേ. ഇനി 23ലേക്ക് പോവാം. വിച്ച് സ്കീം ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ പബ്ലിക് സ്കൂൾ? പബ്ലിക് സ്കൂളുകളിൽ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് സെക്കൻഡറി ആണ്. പ്രൈമറി ഇതിനകത്ത് ഏതാണ്? SSA. അപ്പോൾ സെക്കൻഡറി ഏതാണ്? RMSA. കോളേജ് ഏതാണ്? റൂസ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? RMSA. അപ്പോൾ ഇതിനകത്തുനിന്ന് 3 കാര്യങ്ങൾ പഠിച്ചു പോവുക ഇപ്പം തന്നെ. പ്രൈമറി ലെവൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഗവൺമെന്റിന്റെ സ്കീം എന്താണ്? സർവശിക്ഷ അഭിയാൻ അഥവാ SSA. ഒരു ചെറിയ കുട്ടി പെൻസിലുമായിട്ട് ഓടിപ്പോകുന്നല്ലേ, നമ്മൾ പെൻസിലൊക്കെ വെച്ച് എഴുതുന്നത് ചെറിയ ക്ലാസ്സിലല്ലേ. അപ്പോൾ SSA എന്ന് പറയുന്നത് പ്രൈമറി ലെവൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന്റെ സ്കീമാണ്. ഇനി സെക്കൻഡറി ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കോ RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്കും അതെന്തായി? റൂസ, രാഷ്ട്രീയ ഉച്ചസാർ ശിക്ഷാ അഭിയാൻ. ഓക്കെ. അപ്പോൾ SSA കഴിഞ്ഞ് RMSA കഴിഞ്ഞ് റൂസ. അടുത്തത് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ November 11. ഒക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ ദി മോഡേൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗോട്ട് എസ്റ്റാബ്ലിഷ്ഡ്? 1857 3 യൂണിവേഴ്സിറ്റികൾ, മദ്രാസ്, ബോംബെ, കൽക്കത്ത. അതിന് മുന്നേ നമുക്ക് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, നലന്ദ, തക്ഷശില പോലുള്ളത്, അല്ലേ. 1857 3 യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൽക്കട്ട, ബോംബെ, മദ്രാസ്. അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് ഡീറ്റെയിൽ ആയിട്ട്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലേ. The report of which of the following education commissions carry the subtitle എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ്? ഇതിലെ ഏത് എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ സബ് ടൈറ്റിലാണ് എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്ന്? കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ DS കോത്താരി. മുതലിയാർ കമ്മീഷന്റെ AL മുതലിയാർ, പേര് മാറിപ്പോകരുത്. രാധാകൃഷ്ണ കമ്മീഷന്റെ ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓക്കെ. അപ്പൊ ഇവിടെ കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ സബ് ടൈറ്റിലാണ് എന്ത്? എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. ഇനി 27, ഇത് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. സങ്കൽപ്പ് എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ. സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളേജ് അവയർനെസ് ഫോർ ലിവ്ലിഹുഡ് പ്രൊമോഷൻ. സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളേജ് അവയർനെസ് ഫോർ ലൈവ്ലിഹുഡ് പ്രൊമോഷൻ, അല്ലെ, സങ്കൽപ്പ്. അത് നമ്മൾ ക്ലാസ്സിലും കണ്ടതാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. ദി മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇൻ ദി പാസ്റ്റ് കൺസിസ്റ്റഡ് ഓഫ്? ഇന്ത്യയിൽ പാസ്റ്റിൽ, അല്ലെ, മുന്നേ ഹയർ എഡ്യൂക്കേഷനിൽ ലേണിംഗ് മെത്തേഡ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? മെമ്മറൈസേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, കുറേ മുന്നേ ഉള്ള കാലഘട്ടത്തിൽ. അന്നൊക്കെ സെമിനാർ ഉണ്ടോ? അന്ന് സെമിനാറില്ല. സെമിനാറൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഓപ്ഷൻ അപ്പം തന്നെ കട്ട് ചെയ്യാം. പിന്നെ അസൈൻമെന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സിയും കട്ട് ചെയ്യാം. സെമിനാർ വന്നു, D കട്ട് ചെയ്തു. പിന്നെ ഏതായിരിക്കും? മെമ്മറൈസേഷൻ, ക്രിട്ടിക്കൽ അനാലിസിസ്, സ്റ്റോറി ടെല്ലിംഗ്. ഇതാണ് പാസ്റ്റിലെ
ഇന്ത്യയുടെ ലേണിങ്ങിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒമിറ്റ് ചെയ്ത് ഓപ്ഷൻസ് ഒമിറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി 29ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ സ്കീം വിച്ച് എയിംസ് ടു ക്രിയേറ്റ് റിസർച്ച് ആംബിയൻസ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബൈ പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ എഞ്ചിനീയറിംഗ് സയൻസസ്. എഞ്ചിനീയറിംഗ് സയൻസുകളിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു റിസർച്ച് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീം എന്താണെന്ന്. അതായത് എഞ്ചിനീയറിംഗ് സയൻസിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു റിസർച്ച് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓണ്ടർപ്രോണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്കില്ല് വരുമോ? ഇല്ല. ഓണ്ടർപ്രോണർഷിപ്പുമായിട്ട് എഞ്ചിനീയറിംഗ് ഒരു ബന്ധവും ഇല്ല. ഏതായിരിക്കും? റിസർച്ച് പ്രൊമോഷൻ സ്കീം. ഈ ഷോർട്ട് സിന്ധു എന്ന് പറയുന്നത് ഒരു മാഗസിനാണ്, അതൊരു സ്കീമല്ല. എയും ബിയും അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു റിസർച്ച് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് റിസർച്ച് പ്രൊമോഷൻ സ്കീം. പ്രൊമോട്ട് ചെയ്യാന്ന് കേൾക്കുമ്പോൾ തന്നെ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് റിസർച്ച് പ്രൊമോഷൻ സ്കീം അല്ലേ? വളരെ എളുപ്പമുള്ളതാണ്. ഇതിന് ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ ഒരു ബുദ്ധിപരമായിട്ട് നമുക്ക് ഗസ് ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു രീതിയിലും അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ അറിയില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഷോർട്ട് സിന്ധു ഒരു മാഗസിൻ ആണെന്ന് അറിയാം, അപ്പം എ വരില്ല എന്നറിയാം. പിന്നെ ഓണ്ടർപ്രോണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അത് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷനും ഇല്ലാത്തതാണ്. അപ്പോൾ എയും ബിയും വരില്ല. പിന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്, സിയോ ഡിയോ. അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ചോദ്യവുമായിട്ട് ഒത്തുപോകുന്ന ഒരു ഓപ്ഷൻ അങ്ങ് ചൂസ് ചെയ്യാം. കിട്ടിയാൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി അല്ലേ? പോയാൽ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുപോലെ ബുദ്ധിപരമായിട്ട് ഗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് നെറ്റ് എക്സാമിനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിപരമായിട്ട് ഗസ് ചെയ്യുക എന്നുള്ളതും ഒരു നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നെറ്റും JRF ഒക്കെ ക്രാക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണെന്ന് മനസ്സിലാക്കുക. 30ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻസ്പയർഡ് സ്കോളർഷിപ്പ് ഈസ് ഇൻറ്റൻഡഡ് ബൈ ദി ഫണ്ടിങ് ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇൻസ്പയർഡ് അല്ല കേട്ടോ, ഇൻസ്പയർ ആണേ. ഇൻസ്പയർ സ്കോളർഷിപ്പ് അതിൻ്റെ ഫണ്ടിങ് ഏജൻസി ഏതാണെന്നാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ എന്താണ് ഈ ഇൻസ്പയർ എന്ന് നോക്കാം. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച്, അതാണ് ഇൻസ്പയർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇൻസ്പയർ സ്കോളർഷിപ്പിൻ്റെ ഫണ്ടിങ് ഏജൻസി സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് റിസർച്ചാണ് ICSSR, അതൊരിക്കലും ആയിരിക്കില്ല. ഇനി ഇൻസ്പയർ എന്ന് പറയുന്നത് സയൻസുമായി ബന്ധപ്പെട്ടതാണ്, അത് UGC ആവാൻ സാധ്യതയില്ല. പിന്നെ 2 ഓപ്ഷനാണ് സിയും ഡിയും. അതിനകത്ത് ഏറ്റവും ചാൻസ് ക്ലോസ് ആയിട്ടുള്ളത് ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സോ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്താണ് ഇൻസ്പയർ എന്ന് ഒന്ന് വായിക്കാം. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് is an innovative program sponsored and managed by Department of Science and Technology for attraction of talent to science. സയൻസിലേക്ക് കുട്ടികളെ റിസർച്ച് സ്കോളേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിനെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്പയർ, ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ യൂത്ത് ഓഫ് ദി കൺട്രി ദി എക്സൈറ്റ്മെൻറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് പെർസ്യൂട്ട് ഓഫ് സയൻസ്. കുട്ടികളിൽ ആ സയൻസിനെ പെർസ്യൂ ചെയ്യാനുള്ള, അതിനെ സയൻസ് പഠിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അട്രാക്ട് ടാലൻസ് ടു ദി സ്റ്റഡി ഓഫ് സയൻസ് അറ്റ് എൻ ഏർലി ഏജ്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ സയൻസിലേക്ക് അവരെ ടാലൻറ്റിനെ അട്രാക്റ്റ് ചെയ്യുക. ആൻഡ് ദസ് ബിൽഡ് ദി റിക്വയർഡ് ക്രിട്ടിക്കൽ ഹ്യൂമൻ റിസോഴ്സ് പൂൾ. അത്തരത്തിൽ ഒരു ക്രിട്ടിക്കൽ ഹ്യൂമൻ റിസോഴ്സ് പൂൾ ഉണ്ടാക്കുക. അതായത് ഇത്തരത്തിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് ഒരു ഹ്യൂമൻ റിസോഴ്സ് പൂൾ ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സയൻസ് ആൻഡ് ടെക്നോളജി സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനെ നമുക്ക് ഈ ഒരു സ്കീമിനെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, കരിക്കുലം ഉണ്ടാക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? NCERTയുടെ ഡ്യൂട്ടിയാണ് അല്ലേ? ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യുക, കരിക്കുലം പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? NCERT. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Which one of the following coordinates, promotes and funds research and activities of all social science disciplines? സോഷ്യൽ സയൻസിലെ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഏതാണ്? ICSSR. ICSSR എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച്, അത് എന്താണ്? ICPR ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച്, ICPR. ചിലപ്പോൾ ഇനി അതായിരിക്കും അടുത്ത തവണ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുകൊണ്ടാണ് ICPR ഞാനൊന്ന് മെൻഷൻ ചെയ്തത്. ഇൻ അഡീഷൻ ടു ഫണ്ടിങ് എ ലാർജ് നമ്പർ ഓഫ് സെമിനാർസ്, വർക്ക്ഷോപ്സ് ആൻഡ് കോൺഫറൻസ്, അതായത് ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഫിലോസഫി എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ, അവർക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ. The Indian Institute of Advanced Study, IIAS, is a research institute located in Shimla, India. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷനിലുള്ളതാണ് IIAS. എന്താണ്? Indian Institute of Advanced Study. It was set up by the Ministry of Education, Government of India in 1964 and started functioning from 20 October 1965. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി, ഷിംലയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. പിന്നെ ICSSR നമ്മളിവിടെ കണ്ടു, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾക്ക് ഫണ്ട് കൊടുക്കുന്നത്, അതായത് UGC പ്രൊവൈഡ് ചെയ്യാത്ത കുറച്ച് എക്സ്ട്രാ ഫണ്ടുകൾ സോഷ്യൽ സയൻസ് റിസർച്ചിന് കൊടുക്കുന്നത് ആരാണ്? ICSSR ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ICPR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ച് ആണ് എന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. Question number 33ലേക്ക് പോവാം. A special focus on the problems of examination system of India formed a part of which one of the following reports? ഇതിനകത്ത് ഏത് റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ എക്സാമിനേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നതെന്നാണ്? റിപ്പോർട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, 1965 റിപ്പോർട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലാണ് ഇന്ത്യയിലെ എക്സാംസിൻ്റെ പ്രോബ്ലത്തിനെ പറ്റി പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 34ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ക്യാൻ അതർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ടിബറ്റ് വാസ് ബിൽഡ് മെയിൻലി ത്രൂ ദി റൈറ്റിംഗ്സ് ഓഫ് സ്കോളേഴ്സ്? അപ്പോൾ ഇതിനകത്ത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റിയാണ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടതെന്നുള്ളത് മനസ്സിലാക്കിയാലും പെട്ടെന്ന് കിട്ടും. വിക്രംശിലയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 35ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The Constitution of India provides right to establish educational institution of choice by all minorities. മൈനോറിറ്റികൾക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് സ്ഥാപിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് അതിന് അവകാശം കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 30 ക്ലോസ് 1, ആർട്ടിക്കിൾ 30 ക്ലോസ് 1 ഇന്ത്യയിൽ മൈനോറിറ്റികൾക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുറക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ 30 ക്ലോസ് 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, which one of the following committee reports deals with all levels of education in India? ഇന്ത്യയിലെ എല്ലാ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടും മെൻഷൻ ചെയ്തു പോകുന്ന പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. കോത്താരി കമ്മീഷനാണ്. എല്ലാ ലെവൽസിനെ പറ്റിയിട്ടും ഡീൽ ചെയ്യുന്നുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള കാര്യം ഓർക്കുക. കോത്താരി കമ്മീഷൻ. ഇനി 37ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദി പ്രസന്റ് ഫോം ഓഫ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് that was previously established for promoting cooperation and coordination among universities. യൂണിവേഴ്സിറ്റികൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. AIU. എന്താണത്? അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അല്ലേ? യൂണിവേഴ്സിറ്റികൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, AIU, is an organization and association of universities in India, including central, state and institutes of national importance and
ഇമ്പോർട്ടൻസ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ഇവരെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. എവിടെയാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്? ഡൽഹിയിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇവാലുവേറ്റ്സ് ദ കോഴ്സസ്, സിലബൈ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കിന് പകരം ഇപ്പോൾ ക്രെഡിറ്റ് ആണല്ലോ, അപ്പോൾ ക്രെഡിറ്റ്, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ സിലബസുകൾ, കോഴ്സുകൾ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി എന്തിനുണ്ട്? AIUക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി 38ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Which of the following commission in the post-independent India has paid attention to all levels of education? നമ്മൾ നേരത്തെ കണ്ടാണ്, ഏതാണ്? കോത്താരി കമ്മീഷൻ. ഇനി 39ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ സ്കീം ഉന്നത് ഭാരത് അഭിയാൻ, ഉന്നത് ഭാരത് അഭിയാന്റെ എയിം എന്താണെന്നാണ്? ലിങ്ക് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കൺട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 5 വില്ലേജസ്, 5 വില്ലേജുകളുമായിട്ട് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, രാജ്യത്തിലെ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഉന്നത് ഭാരത് അഭിയാന്റെ എയിം എന്ന് പറയുന്നത്. ലിങ്ക് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കൺട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 5 വില്ലേജസ് അല്ലേ. ഇനി 40ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് 5-year പ്ലാൻസ് ഓഫ് ഇന്ത്യ ഹാസ് ഗിവൺ സ്പെഷ്യൽ എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് മാൻ പവർ? നമുക്ക് ഒരുപാട് പഞ്ചവത്സര പദ്ധതികളുണ്ട്. ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് എഡ്യൂക്കേഷനും മാൻ പവറിനും സ്പെഷ്യൽ എംഫസിസ്, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? ഏത് പഞ്ചവത്സര പദ്ധതിയിലാണെന്നാണ് ചോദ്യം. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എഡ്യൂക്കേഷനും മാൻ പവറിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ത്രൂ വിച്ച് ആക്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്? UGC ഫോം ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? UGC ആക്ട് 1956. ഓക്കെ, 42ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദി മെയിൻ എയിം ഓഫ് ഫാക്കൽറ്റി റീചാർജ് സ്കീം ഓഫ് UGC വാസ് ടു? UGCയുടെ ഫാക്കൽറ്റി റീചാർജ് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം. അഡ്രസ് ദി ഷോർട്ടേജ് ഓഫ് ഫാക്കൽറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ടീച്ചേഴ്സിൻ്റെ, ഫാക്കൽറ്റികളുടെ ഷോർട്ടേജ് അഡ്രസ്സ് ചെയ്യുക, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഫാക്കൽറ്റി റീചാർജ്. റീചാർജ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കുറവുണ്ട് അല്ലേ? റീചാർജ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ ബാലൻസ് തീരുമ്പോൾ അല്ലേ? നമ്മൾ ചാർജ് ചെയ്യുന്ന, മൊബൈൽ ചാർജ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ മൊബൈലിൽ ചാർജ് കുറയുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഷോർട്ടേജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്തായിരുന്നു അല്ലേ? ആ ഒരൊറ്റ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ സംഭവം അറിയില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ലോജിക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊരു അറിയില്ലാത്ത ചോദ്യമാണെങ്കിലും നമ്മുടെ ബുദ്ധി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറയുന്നത് ഗസ് ചെയ്ത് ആൻസറിലേക്ക് എത്തണം എന്നല്ല, ഒരു രക്ഷയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധിപരമായിട്ട് ഗസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഹൂ ഈസ് ദ വിസിറ്റർ ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ? എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ വിസിറ്റർ ആരാണ്? പ്രസിഡന്റ് ആണ്. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്താലും അവിടുത്തെ വിസിറ്റർ ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. Who among the following first took initiative for appointing a university education commission during pre-independence period? അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളതാണ്. ആരാണത്? ലോർഡ് കേഴ്സൺ ആണ്. ലോർഡ് കേഴ്സൺ ആണ് ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തത്. ഏത്? സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. Which of the following emphasized the education needs to be managed in an atmosphere of at least most intellectual rigor, seriousness of purpose and freedom essential for innovation and creativity? എഡ്യൂക്കേഷണൽ നീഡിനെ എംഫസൈസ് ചെയ്തത് ഇതിനകത്ത് ഏത് NEP ആണെന്നാണ്? NEP 1986 ആണ്. NEP 1986 ആണ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്? എഡ്യൂക്കേഷണൽ നീഡിനൊക്കെ എംഫസിസ് കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ DIയും കമ്മ്യൂണിക്കേഷനും മാത്സും
മാത്തമെറ്റിക്കൽ റീസണിങ്ങും ആണ് ബാലൻസ് ഉള്ളത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് DI ആയിരിക്കും. 1-2 പേരൊക്കെ DIയുടെ ക്ലാസ് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന DIയുടെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ DI പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് തന്നെ ചെയ്യുകയാണ്. ഞാൻ പ്രത്യേകിച്ച് തിയറി ഒന്നും പറയുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുമായിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മുടെ DIയുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അത് ചെയ്തിട്ട് നമ്മൾ DI തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വരുന്നത് മാത്സ് ആണ്. മാത്സിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും ഓരോ ഏരിയ വൈസ് ആയിട്ട്, ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ തരത്തിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.